മുതലാളിനെ മാത്രം നിങ്ങൾ ഇതാക്കുള്ളൂ. അമ്മ പറ്റാണ് ഹൈവാ എന്തിനീ മൗനം എന്തിനീ നാണം എന്തിനീ മൗനം. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്ന് നമുക്ക് ഒരു അടിപൊളി വ്ളോഗ് ഇടാം അല്ലേ? അടിപൊളി വ്ളോഗിൽ എന്താണ് സായം ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് സുലത്തയും ജാസ്മിൻ കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ജാസ്മിൻ കുട്ടി വരുന്നുള്ളൂ. സുലത്തയും സായിക്കുട്ടനൊക്കെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എത്തിയിട്ടുണ്ട്. അവനിവിടെ സൈൻ ലബ എല്ലാവരും കൊടുത്തു, എനിക്ക് മാത്രം കിട്ടില്ല എന്നുള്ള അവൻ്റെ പരാതി. സൈൻ ലബാനൊക്കെ നിൻ്റെ പെരുന്തമണ്ണ ഇഷ്ടം പോലെ കൊടുക്കാനുണ്ടല്ലോ. അമ്പടാ. അപ്പോൾ ഇന്ന് സൈൻ ലബൻ വാങ്ങിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ അതൊക്കെ ഇന്ന് രാത്രി. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ചായ കുടിച്ചോ നിങ്ങളൊക്കെ? അപ്പോൾ ആദ്യം നമുക്ക് ചായ കുടിച്ചിട്ടുണ്ട് തുടങ്ങാം. സുലുത്ത എണീറ്റ് ഫ്രഷായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം ചായ കുടിക്കാനൊക്കെ. ജാസ്മിൻ്റെ ഒരു ഉച്ചയാകുമ്പോഴത്തേനൊക്കെ എത്തും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വോയിസ് റിപ്ലൈ ഉള്ളതുകൊണ്ട് നല്ല രസമായിട്ടോ. എനിക്കിഷ്ടമാണ് ആ വോയിസ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം ഞാൻ അധികം വീഡിയോ ഇട്ട ദിവസം വരുന്ന കമൻസിനൊക്കെ അങ്ങനെ വോയിസിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണല്ലോ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഷോർട്സിലും വീഡിയോസിലൊക്കെ മിക്കവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഒരു ഫുൾ മേക്കപ്പ് വീഡിയോ ഇടുമോ, അല്ലെങ്കിൽ മേക്കപ്പ് ടിപ്സ് പറഞ്ഞു തരുമോ എന്നൊക്കെയുള്ള കമൻറ്റ്സ് എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫുൾ മേക്കപ്പ് വീഡിയോ ഒക്കെ ഞാൻ വരുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് കണ്ടപ്പോഴേ ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല തിളക്കമുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു എന്നും ചെയ്യുന്ന പോലെ അല്ല, അന്ന് ഇച്ചിരി ഗ്ലോ ഒക്കെ വേണം എന്നുള്ളവർക്ക് ഈ ന്യൂഡിൻ്റെ ഈ സ്ട്രോപ്പ് ക്രീം നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് വീഡിയോ കാണിച്ചു തരുമെന്ന് പറഞ്ഞവർക്കൊക്കെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതായിപ്പോൾ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കുറച്ചാദ്യം അതായത് ഒരു സ്കിന്നിൽ നമുക്കൊരു മോയ്സ്ചറൈസറും പ്രൈമറും ഒക്കെ ഇട്ടൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് മെയിനായിട്ട് ഈ കൊക്കോ ബട്ടർ അതുപോലെ ഹൈലൂറോണിക് ആസിഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹൈലൂറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിനൊന്നേ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു സമയമല്ലേ, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കാൻ ഹെൽപ്പ് ആക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പാർട്ടിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ എടുക്കാം. ഈ ഫൗണ്ടേഷൻ്റെ കൂടെ നമുക്ക് കുറച്ച് നമ്മുടെ സ്ട്രോപ്പ് ക്രീം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഭയങ്കര ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഇത് കുറച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സ്കിന്നിൽ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുഞ്ഞ് മേക്കപ്പ് സ്പോഞ്ച് കൂടെ ഇരട്ട സ്ട്രോപ്പ് ക്രീം ഇപ്പം നമുക്ക് പ്രൈമറായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഒരു ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്ത പോലെ അല്ല, അതിൻ്റെ കൂടെ കുറച്ച് സ്ട്രോപ്പ് ക്രീം കൂടി ചേർത്തപ്പം ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുക. ഇത് ശരിക്കും വെയിലത്തൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ അതിനകത്ത് ഒരു പിങ്ക് ഗ്ലോ ഉണ്ട്. അത് ശരിക്കും ഇങ്ങനെ മനസ്സിലാവും, കാരണം ഇത് സ്ട്രോപ്പ് ക്രീമിൻ്റെ റോസ് ഗോൾഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒരു റോസ് ഗോൾഡ് ഒരു പിങ്ക് ഗ്ലോ ഉണ്ടാവും. ഇനി കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കട്ടെ. ഇന്നൊരു ഡ്യൂയി ലുക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ക്രീം ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ ഈ ബ്ലഷിൻ്റെ പുറത്ത് ഒരു ഡ്രോപ്പ് കുറച്ച് സ്ട്രോപ്പ് ക്രീം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ഇട്ട പോലെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും മേക്കപ്പ് ഇഷ്ടമല്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്നും വേണ്ട, ഈ സ്ട്രോപ്പ് ക്രീം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒരു ഐ ഷാഡോ കൊടുക്കാം. പിങ്ക് ഗ്ലോ ആയതുകൊണ്ട് ഇച്ചിരി പിങ്ക് ഉള്ള ഐ ഷാഡോ തന്നെ കൊടുക്കാം. ഞാൻ ഐലൈനർ എഴുതുന്നില്ല, ഐലൈനർ എഴുതുന്നവർക്ക് നല്ല വിങ്സ് ഒക്കെ ഇട്ട് ഐലൈനർ എഴുതാം. ഞാൻ ജസ്റ്റ് മസ്കാര ഒന്ന് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ മേക്കപ്പിന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുള്ളായിട്ട് സെറ്റിംഗ് പൗഡർ ഉപയോഗിക്കണില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഡ്യൂയി ആ ഒരു റേഡിയൻ ഗ്ലോ നഷ്ടപ്പെടും. സോ ജസ്റ്റ് ഇങ്ങനെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് മേക്കപ്പ് ഈവൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ ഒന്നിങ്ങനെ കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഞാൻ ആദ്യം തന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളോട് മേക്കപ്പ് വീഡിയോ എപ്പോഴും ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ ന്യൂഡിൻ്റെ സ്ട്രോപ്പ് ക്രീം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത് ടാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിങ്ക് ഗ്ലോ. അപ്പോൾ അത് സുലുത്ത വന്നിട്ടുണ്ടാവും. നമുക്കിനി ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം. ഓക്കെ,
ഈ പരിപാടി നടക്കൂല. ഞാൻ മഞ്ഞിട്ടിച്ച് ഇജ്ജ് ഇടക്കിടക്ക് ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ വരണം. അപ്പം ഇജ്ജ് ഫോക്കസ് ഞാൻ ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കാം. അങ്ങനെ അതെൻ്റെ ചുരിദാർ ഉമ്മച്ചി കണ്ടപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് നിൽക്കുന്നത് അതിൽ മുണക്കിടാവില്ല ഉമ്മച്ചി കൊടുക്കും. എന്നോടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ശനി ഞായർ തിങ്കള് ഒക്കെ അവധിയല്ലേ. പിന്നെ അവിടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആകെ ഒരു നിർമ്മത. ഇതിനെന്തെങ്കിലും കഴിച്ചോ? വെറുതെ നമുക്ക് ഉഷാറില്ലാത്തത്. ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചില്ല കഴിച്ചതാണ് ഞങ്ങളിങ്ങനെ ആടിക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. ഇതൊക്കെ ഉണ്ടോ? സ്വാഗതം. അതുപോലെ ആ ഊഞ്ഞാലാടുന്ന രണ്ട് സഹോദരന്മാർ വരൂ. ആ ഫുഡായി എന്നാ തോന്നണേ. ആയ വിളിക്കാം. ഫുഡിൻ്റെ കൂടെ പഴം ഒഴുകുന്ന ടെക്നിക്കുണ്ട് കഴിച്ചത്. എന്തായാലും കഴിക്കും മുടി വാരുണ്ടല്ലോ അതിന് വലിയ ഉണ്ടല്ലോ. കടലാക്കറോണം വേണ്ട. നല്ല ഫുഡും ചായും നല്ല. പിന്നെ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ്. കാരണം എൻ്റെ വീട്ടിൽ ഞാനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിനുണ്ടല്ലോ എക്സ്പീരിയൻസ് എനിക്ക് അതല്ലാണ്ട് വേറെ ഒന്നും. എങ്ങനെ ഇടുന്നുണ്ട് ഗൈസ്. എങ്ങനെ ഇടുന്ന ഉപകരണം നോക്കൂ ഗൈസ്. ഹൈവാ ആ ചേട്ടൻ തെങ്ങിന്റെ മേലെത്തി. ഓ വെയിൽ കാരണം മേലേക്ക് നോക്കാൻ വയ്യ. ആദ്യം തന്നെ ഞാൻ അത് കീറാം കേട്ടോ. മേലെ പോയിക്കോ. എത്ര? നീ നോക്ക്, ഞാൻ 71 അല്ലേ? ഇത് ഇവിടെ ഫേക്ക് ആണ്. പുട്ട് കഴിച്ചു 30.7. ഓഹോ എല്ലാം മച്ചളുണ്ട്. ഞാനൊരു അമ്മ പറ്റി നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകാരൻ ഗ്ലൗസ് ആണ്. പക്ഷെ സ്കോച്ച് ബ്രൈറ്റിന്റെ ഗ്ലൗസിന്റെ പോലെയല്ല. അല്ല നല്ല ആണെങ്കിൽ പറ്റിയതായിരിക്കും. എക്സൽ ആണ്. എക്സൽ ആണോ? ആ ഒരു മീഡിയം ആണെങ്കിൽ ചിലപ്പോ കഴിയുമ്പോ ഒന്നുകൂടി ഫിറ്റായിട്ട് നിൽക്കുമായിരിക്കും. പിന്നെ ഞാൻ ഇട്ട ഈ ഒരു ചുരിദാറിന് ഇതിന് മുന്നേ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ. നീ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കി. സുലുവാണ് തുടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടാവില്ലേ പല വീടുകളിലും. അങ്ങനെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ലോക്ക് കഴിക്കാണ്. സുലു തുടക്കൽ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ദ്വീപിലകപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കണം. എന്തിനീ മൗനം, എന്തിനീ നാണം, എന്തിനീ മൗനം, ഞങ്ങൾ ഇതിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടന്നാണോ. വെറുതെ റെസ്റ്റ് അല്ല, ഫോണും കളിക്കാണ്ട്. കൂടെ ഞങ്ങൾക്കൊരു ബിങ്കോ വന്നിട്ടുണ്ട് ഡാഡി. നിങ്ങൾ കാട്ടുന്നത് കുസ്തിക്കളി. അതാ എൻ്റെ കുട്ടി മോനു ചത്തില്ല. എന്താ നിനക്ക് നീ ഇങ്ങനെ അങ്ങോട്ട് കൂടെ അച്ചാലും നടക്കും പല പരിപാടി ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ജാസ്മി കുട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. ജാസ്മി കുട്ടി ഉണ്ണിമോനും വന്നിട്ടുണ്ട്. പാപ്പാൻ്റെ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ നാളെയാണ് നമ്മൾ ജാസ്മി കുട്ടിൻ്റെ ബർത്ത്ഡേ. അപ്പം അവൾ മറന്നിരിക്കുകയാണ്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് ഒരു പാർട്ടി കൊടുക്കാം, ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ണിമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നാളെയാണ് ആ പരിപാടിയൊക്കെ. എന്താണ് ഞാനൊരു വീഡിയോ എടുത്തപ്പോ തന്നെ ഇങ്ങനെ വരി പൊട്ടന്മാരെ വാങ്ങിച്ചിട്ടേ പോവുള്ളൂന്നും പറഞ്ഞു പറ്റിയെന്ന് പറഞ്ഞ സായിക്കിട്ട് കയ്യോടെ പോയി വാങ്ങിച്ചുകൊണ്ട്. കാരണം സൈൻ്റെ അമ്മ ഇപ്പോഴും ഹോം ഡെലിവറി ഇല്ല. അതെ മിനീന്ന് ഇതാണത്. ഞാൻ പതുക്കെ ചെയ്യാം. പക്ഷെ സ്പീഡ് കൂടിയാൽ സ്പൂൺ